അരികിൽ പതിയെ ഇടനെഞ്ചിൽ ആരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കിനിയും നീ നെഞ്ചിൽ ലീനം. മഴയേ ഇളവയിലേ എൻ കനവിൽ അവളറിയാതെ തളിരണിയും പുലരികളിൽ മഞ്ഞിൻ തൂവൽ വീശി മെല്ലെ. ഇറങ്ങുന്നില്ലേ? ജീവയുടെ ശബ്ദമാണ് അവളെ ഉണർത്തിയത്. പാട്ട് ആസ്വദിച്ച് വന്നതുകൊണ്ട് സ്ഥലം എത്തിയത് അവൾ അറിഞ്ഞതേയില്ല. ഇതെവിടെയാ? പരിചയമില്ലാത്ത സ്ഥലം കണ്ടതും ആരും ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു. ഇതൊരു ബീച്ചാണ്, കുറച്ച് നടന്നാൽ മതി, നമുക്ക് സ്വസ്ഥമായിരുന്ന് കാറ്റൊക്കെ കൊണ്ട് മനസ്സ് തുറന്ന് സംസാരിക്കാം. ഞാനിങ്ങോട്ടില്ല, എനിക്ക് ക്ലാസ്സിൽ പോകണം. ആദ്യ, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. വേണ്ട, എനിക്ക് ക്ലാസ്സിൽ പോയാൽ മതി. വേണം. വേണ്ടെന്നല്ലേ പറഞ്ഞത്? പ്ലീസ് എന്നെ തിരിച്ചു കൊണ്ട് വിട്ടേക്ക്. അതെന്താ വേണ്ടാത്തെ? ജീവ ഇത്തിരി കടുപ്പിച്ച് ചോദിച്ചു. ഇയാൾക്ക് പറയാനുള്ളതൊക്കെ ഇന്നലെ രാത്രി പറഞ്ഞില്ലേ, ഇനി എന്താ പറയാനുള്ളത്? എനിക്ക് ആരോട് പിണക്കൊന്നുമില്ല, പോരെ? ആരും അവൻ്റെ മുഖത്ത് നോക്കാതെയാണ് ഇത് പറഞ്ഞത്. ഓഹോ, അപ്പോൾ കള്ളുറക്കായിരുന്നല്ലേ? എന്തിനാ എന്നെ ഇന്നലെ പറ്റിച്ചത്? പേടിച്ചിട്ടോ? എനിക്ക് നിങ്ങളടുത്ത് വരുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു തരം വിറയൽ വരും. അന്നേരം ഞാൻ ആകെ തളർന്നു പോകുന്നത് പോലെ. എന്തിനാ ആദ്യമായി പേടി? ഞാൻ നിന്നെ പിടിച്ചു തിന്നാനൊന്നും പോണില്ല. ഇങ്ങോട്ട് നോക്കിക്കേ. അവളില്ലെന്ന് തലയനക്കി. ആദ്യ, നിന്റെ ജിച്ചേട്ടനല്ലേ ഞാൻ, പിന്നെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഇങ്ങോട്ട് നോക്കിക്കേ എന്നും പറഞ്ഞ് അവളുടെ താടി പിടിച്ച് മുഖമുയർത്തിയതും ആരൊരു തരം വിറയലോടെ അവനെ നോക്കി. കുറച്ചു നേരം എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നാൽ മതി, എൻ്റെ ആദ്യക്കൊച്ചിൻ്റെ പേടിയൊക്കെ മാറിക്കൊള്ളും. ഇത്രയും പേടിയുള്ള ആളാണോ എൻ്റെ നെഞ്ചോട് ചേരാനും എൻ്റെ ഹൃദയതാളം കേട്ട് ഉറങ്ങാനും എൻ്റേത് മാത്രമാവാനും കൊതിക്കുന്നത്? എൻ്റെ ആദ്യക്കൊച്ചി എൻ്റെ ഒരു ചുംബനത്തിനും തലോടലിനും ചേർത്ത് പിടിക്കലിനും ഒരുപാട് ആഗ്രഹിക്കുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ. ഇങ്ങനെ പേടിച്ചാ ഇത് വല്ലതും നടക്കുമോ? ജീവയുടെ ചോദ്യം കേട്ട് ആരൊരു നിമിഷം അവനെ നോക്കിയിരുന്നു പോയിരുന്നു. ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? എനിക്ക് മൈൻഡ് റീഡിങ് അറിയാമെന്ന് കൂട്ടിക്കോ. മൈൻഡ് റീഡിങ് അതൊന്നുമല്ല, എനിക്കറിയാം. എൻ്റെ ഡയറി വായിച്ചൂല്ലേ? മറ്റുള്ളവരുടെ ഡയറി വായിക്കുന്നത് ഭയങ്കര മോശമാണ് കേട്ടോ. മറ്റുള്ളവരുടെ അല്ലല്ലോ, എൻ്റെ ഭാര്യയുടെ അല്ലേ. അത് കേട്ടതും ആരുവിൻ്റെ മുഖം വിടർന്നത് ജീവ ശ്രദ്ധിച്ചിരുന്നു. ഇന്നലെ കൊണ്ടുപോയ സാധനം എവിടെ? അത് അവിടുത്തെ മുത്തശ്ശി തന്നതാ, എനിക്കത് വേണം കേട്ടോ. എന്ത് സാധനം? ജീവ ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു. ഞാനൊന്നും എടുത്തില്ല. കഷ്ടമുണ്ട് ജിച്ചേട്ടാ, അതിങ്ങ് താ. കൈ തരില്ല, വേണേ കെട്ടിത്തരാം. അത് കേട്ടതും ആരും ഒന്ന് ഏങ്ങിപ്പോയി. അവളിൽ വെപ്രാളം നിറഞ്ഞു. അവൻ്റെ മുഖത്തേക്ക് നോക്കാനാവാതെ അവൾ മിഴികൾ താഴ്ത്തി. കെട്ടിത്തരട്ടേന്ന് അവളുടെ കാതോരം പതിയെ ചോദിച്ചു. അവളൊന്നും മിണ്ടിയില്ല. എന്താ എൻ്റെ ആദ്യക്കൊച്ച് മിണ്ടാത്തത്? ഞാനത് കെട്ടിത്തരും. ഇന്നല്ല, നീ എൻ്റെ അരികിൽ എന്ന് തിരിച്ചെത്തുന്നുവോ അന്ന് ഞാനത് നിൻ്റെ അരയിൽ കെട്ടിത്തരും. അത് അവിടെ കിടക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണെന്നോ. അതെനിക്ക് മാത്രം ആസ്വദിക്കാനുള്ളതാ. അത് മറ്റാരും കാണുന്നത് എനിക്കിഷ്ടമല്ല. അത് കേട്ടതും അവളുടെ മുഖം ചുവന്നു തുടുത്തു. അന്നേരാണ് ജീവ അവളുടെ നെറുകയിൽ സിന്ദൂരമില്ലെന്ന കാര്യം ശ്രദ്ധിച്ചത്. അതവനിൽ ചെറുതായി ദേഷ്യം നിറച്ചു. ആദ്യ, നീ സിന്ദൂരം ഇടാൻ മറന്നുപോയോ? അത് കേട്ടതും ആരും എന്ത് പറയണം എന്നറിയാതെ അവനൊന്ന് നോക്കി. പറ ആദ്യ. അത് പിന്നെ ജിച്ചേട്ടാ, മുത്തശ്ശി പറഞ്ഞു ഇനി സിന്ദൂരം വേണ്ടെന്ന്. ഓഹോ, അത് കേട്ട് നീ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ നിനക്ക് എന്നേക്കാൾ വലുത് അവരാണല്ലേ? ശരി ജിച്ചേട്ടാ, ഞാനൊന്ന് പറയട്ടെ. വേണ്ട, നീ ഒന്നും പറയണമെന്നില്ല. അതും പറഞ്ഞ് അവൻ അവളുടെ കഴുത്തിലേക്കൊന്ന് നോക്കി. അവളുടെ കഴുത്ത് മുഴുവൻ ഷോൾ കൊണ്ട് മറഞ്ഞു കിടപ്പായിരുന്നു. അവന് താലിയും കാണാൻ പറ്റിയില്ല. പിന്നെ കൂടുതലൊന്നും ആലോചിക്കാതെ അവളുടെ ഷോള് വലിച്ചെടുത്തതും ആരും അവൻ്റെ ആ പ്രവൃത്തിയിൽ ആകെ ഞെട്ടിത്തരിച്ചു പോയി. അവളുടെ കഴുത്തിലേക്ക് അവൻ്റെ കൈ നീണ്ടു. ഡ്രസ്സിനുള്ളിൽ നിന്ന് താലിമാല വലിച്ചെടുത്ത് പുറത്തിട്ടു. താലി അവളുടെ കഴുത്തിൽ കിടക്കുന്നത് കണ്ടപ്പോഴാണ് അവന് ഇത്തിരി ആശ്വാസം തോന്നിയത്. ഇത് ഞാൻ കെട്ടിത്തന്നതേ ഇങ്ങനെ മൂടി പൊതിഞ്ഞ് വെക്കാനല്ല. കടുപ്പിച്ച് അതും പറഞ്ഞ് തിരികെ സീറ്റിൽ വന്നിരുന്നു. അവളുടെ ഷോളിപ്പോഴും ജീവയുടെ കയ്യിലാണ്. ആരുവാണേൽ ഇരു കൈയും നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. എന്തായി കാണിക്കുന്നത്? ആ ഷോളിങ് തന്നെ. ജീവ കേട്ട ഭാവം നടിക്കാതെ വെറുതെ പുറത്തേക്ക് നോക്കിയിരുന്നു. ജിച്ചേട്ടാ, ആ ഷാൾ തരൂന്നേ പ്ലീസ്. എന്നിട്ടും ജീവ അവളെ ശ്രദ്ധിച്ചതേയില്ല. ജിച്ചേട്ടാ പ്ലീസ്. അത് കേട്ട ജീവ അവളിൽ നിന്ന് നോക്കി. ഒരു ഉമ്മ തന്ന ഷോള് തരാം. അത് കേട്ടതും ആരവിൻ്റെ ഹൃദയം പടപടാന്ന് മിടിക്കാൻ തുടങ്ങി. തരുമോ എന്നർത്ഥത്തിൽ അവൻ പുരികം പൊക്കിയതും
അവളില്ലെന്ന് തലയനക്കി. എങ്കിൽ ഇതെൻ്റെ കൈ കിടന്നോട്ടെ. പ്ലീസ് ജിച്ചേട്ടാ, പ്ലീസ് ആദൂസേ, ഒരു ഉമ്മയല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, പ്ലീസ് എന്നും പറഞ്ഞവൻ അവൾക്ക് നേരെ കവിൾ നീട്ടി. ആരുവാണേൽ എന്ത് ചെയ്യണം എന്നറിയാതെ കുഴുങ്ങി. താടോ, ജീവ അവളെ നോക്കി വീണ്ടും പറഞ്ഞു. വേറെ വഴിയില്ലാതെ ആരും അവൻ്റെ മുഖത്തിന് നേരെ മുഖം കൊണ്ടുവന്നു. അത് കണ്ടതും ജീവ കവിളും കാട്ടി കണ്ണടച്ചു നിന്നു. അന്നേരമാണ് അവൾ അവൻ്റെ കൈ പിടിച്ചിരിക്കുന്ന ഷോൾ ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് തോന്നിയ ബുദ്ധിയിൽ ആരും ജീവ കണ്ണ് തുറന്നില്ല എന്നുറപ്പുവരുത്തി അവൻ്റെ കയ്യിൽ നിന്നും ഷോൾ തട്ടിപ്പറിക്കാൻ നോക്കിയതും ജീവ അത് മുൻകൂട്ടി മനസ്സിലാക്കി കണ്ണ് തുറന്ന് ഷോളിലെ പിടി ഒന്നുകൂടെ മുറുക്കി. നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാഷാണ് ഞാൻ. ആ എന്നോടോ ബാല നിന്റെ കളി എന്നും പറഞ്ഞ് ജീവ പുരികം പൊക്കി. എനിക്ക് ഷോള് വേണ്ടെങ്കിലോ, ഞാൻ ഇങ്ങനെ തന്നെ പുറത്തിറങ്ങിക്കോളാം. നിങ്ങൾക്കൊരു കുഴപ്പമില്ലെങ്കിൽ എനിക്കാണോ കുഴപ്പം? അതും പറഞ്ഞ് ആരും ഡോറും തുറന്ന് പുറത്തിറങ്ങി. എൻ്റെ ദൈവമേ, ഇതിവൾ തന്നെയാണോ? അപ്പോൾ പെണ്ണിന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയാലേ എന്ന് പറഞ്ഞ് ഡോറും തുറന്ന് അവൾക്ക് പിന്നാലെ നടന്നു. തൻ്റെ കയ്യിലിരിക്കുന്ന അവളുടെ ഷോൾ അവൾക്ക് നേരെ വല വീശും പോലെ വീശി അവളുടെ തലയ്ക്ക് മുകളിൽ കൂടി വയറിലൂടെ ഇട്ടതും അവളൊന്ന് നിന്നു. പക്ഷെ തിരിഞ്ഞു നോക്കിയില്ല. ഷോൾ കൊണ്ട് അവളെ പിറകിലോട്ട് വലിച്ചു അവൻ്റെ ദേഹത്തേക്ക് അടുപ്പിച്ചു. അവളുടെ വയറിലൂടെ കൈയിട്ട് പിടിച്ചു. ആ ഷോളെടുത്ത് അവളുടെ കഴുത്തിലിട്ട് കൊടുത്തതും അവൾ അവനെ ചിരിയോടെ നോക്കി. അപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കാൻ നിനക്ക് പേടിയൊന്നുമില്ല അല്ലേ? അവളില്ലെന്ന് തലയനക്കി. അതെന്താ? അതങ്ങനെയാ എന്നും പറഞ്ഞ് അവനെ തള്ളി മാറ്റി നടക്കാനൊരുങ്ങി. പിന്നെ ഒന്ന് തിരിഞ്ഞു നോക്കിയ ശേഷം പറഞ്ഞു, അതേ, എൻ്റെ പിണക്കം മുഴുവനായിട്ടൊന്നും മാറിയില്ല കേട്ടോ. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടത് പിണക്കില്ലെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. കല്യാണം കഴിഞ്ഞ അന്ന് തൊട്ട് എന്നെയായിട്ട് ഒരുപാട് വട്ടം കറക്കിയതല്ലേ. ആ പിണക്കം ഇപ്പോഴും ഉണ്ട്. അത് തീർത്തിട്ട് മതി ഈ തൊടലും പിടിക്കലൊക്കെയും എന്നും പറഞ്ഞ് അവൾ അവനെ ശ്രദ്ധിക്കാതെ നടക്കാനൊരുങ്ങി. ആദ്യ നിക്ക് പോവല്ലേ. അവൾ അവനെ തിരിഞ്ഞു നോക്കിയതേയില്ല. അപ്പോഴാണ് മുന്നിലൂടെ നടന്നു വരുന്ന 2 പോലീസുകാരെ അവൾ കാണുന്നത്. അവരെ കണ്ടതും അവളുടെ നടത്തത്തിൻ്റെ വേഗത കുറഞ്ഞു വന്നു. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ജീവ അവിടെ തന്നെ നിൽക്കുവാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ തിരിഞ്ഞു നടന്നു അവൻ്റെ അരികിലെത്തി അവൻ്റെ കൈ പിടിമുറുക്കി. പോലീസിന് പേടിയാണല്ലേ? പേടിയില്ലാതെ വല്ലതുണ്ടാവോ? അവൾ ചുമൽ കൂച്ചിക്കൊണ്ട് അവനെ നോക്കി മനോഹരമായി ചിരിച്ചു. ആദ്യ, ഞാനൊരു കാര്യം പറയട്ടെ. നിനക്കെന്നെ ആദ്യമായി കണ്ടത് ഓർമ്മയുണ്ടോ? അന്നേരം ഞാൻ എങ്ങനെയാണ് നിന്നോട് പെരുമാറിയത് എന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? അത് കേട്ടതും അവൾ പതിയൊന്ന് മൂളി. എല്ലാവർക്കും അറിയാവുന്ന ജീവ അതാണ്, കർക്കശക്കാരനായ ജീവ. ആ ജീവക്ക് അവൻ്റെ വീട്ടുകാരോടൊഴികെ ആരോടും സഹതാപമോ ഇഷ്ടമോ സ്നേഹമോ ഒന്നും തോന്നാറില്ല. എൻ്റെ വീട്ടുകാർക്ക് മുന്നിലല്ലാതെ ജീവ ഇതുവരെ ആരുടെ മുന്നിലും താണു കൊടുത്തിട്ടില്ല. ദേഷ്യം വന്നാൽ പിന്നെ ഒന്നും നോക്കില്ല. എനിക്ക് ദേഷ്യം വന്നാൽ ചിലപ്പോൾ എൻ്റെ അച്ഛൻ പോലും അന്നേരം മൗനം പാലിക്കും. മിണ്ടിയാ പിന്നെ എന്താ നടക്കുക എന്ന് അച്ഛനറിയാം. അതുകൊണ്ട് അവരെനിക്ക് ദേഷ്യം വരുന്ന പ്രവൃത്തികളൊന്നും ചെയ്യാറില്ല. അതുപോലെ എനിക്ക് ഓവറായി ഇങ്ങനെ സ്നേഹമൊന്നും എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. എൻ്റെ പെങ്ങന്മാരും അനിയന്മാരും പരിധി വിട്ട് എന്നോട് ജോലിയെടുക്കാനോ കത്തിയടിക്കാനോ വരില്ല. അവർക്കറിയാം എന്നോട് എങ്ങനെ പെരുമാറണമെന്ന്. അവൾ ജീവ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാൻ തുടങ്ങി. ആദ്യ കൊച്ചിൻ്റെ കുറുമ്പൊക്കെയും എനിക്കിഷ്ടമായി. നമ്മൾ മാത്രമുള്ളപ്പോൾ എന്ത് വേണേലും ആവാം, എന്തും. പക്ഷേ മറ്റുള്ളവരുടെ മുന്നിലെ എൻ്റെ ആദ്യക്കൊച്ച് ജിച്ചേട്ടനോട് കുറുമ്പ് കാട്ടിയ ജിച്ചേട്ടൻ ചിലപ്പോൾ ആ ജീവയായി മാറും. പിന്നെ ഞാനൊരു കാര്യം വേണ്ട എന്ന് പറഞ്ഞാൽ ആദ്യക്കൊച്ച് അത് സമ്മതിച്ചേക്കണം. എന്നോട് വാശി പിടിച്ച് അത് നേടാൻ നിന്നാൽ ചിലപ്പോൾ ഈ ഭംഗിയുള്ള മുഖത്ത് ജിച്ചേട്ടനെ തലോടേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ മോള് നോക്കിയും കണ്ട് നിന്നോണം. പേടിപ്പിക്കാൻ പറഞ്ഞതല്ല, എൻ്റെ സ്വഭാവം പറഞ്ഞ് മനസ്സിലാക്കി തന്നതാ. ജീവ പറഞ്ഞതൊക്കെയും കേട്ട് ആരവനെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു. ഇച്ചിരി പേടി കലർന്ന ചിരി. അപ്പോൾ ആദ്യക്കൊച്ചിന് എന്നെക്കുറിച്ച് ഏകദേശ ധാരണ കിട്ടിയില്ലേ? അവൾ പതിയെ മൂളി. എന്നാ വാ എന്നും പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് നടക്കാൻ തുടങ്ങി. അവളെയും കൊണ്ട് കടലോരത്തെ ഒരു ഭാഗത്തിരുന്നു. എന്നിട്ടും ആരും ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ട ജീവ അവളെ മെല്ലെ നോക്കി. അവളാണെങ്കിൽ കാര്യമായ ചിന്തയിലാണ്. ആദ്യ എന്താ ആലോചിക്കുന്നത്? നേരത്തെ എന്നെ പറ്റിക്കാൻ പറഞ്ഞതല്ലേ? എനിക്കറിയാം, എന്നെ പേടിപ്പിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഉമ്മ വാങ്ങിക്കാനുള്ള അടവാ. ആര് പറഞ്ഞത് കേട്ടതും ജീവ ഉറക്കെ ചിരിച്ചുപോയി. ഈ നിഷ്കളങ്കത, അതാണ് ജീവ ആദ്യക്ക് മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നത്. നിന്റെ കയ്യിൽ നിന്ന് ഉമ്മ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലേ 1 അല്ല 9 വരെ ഉമ്മകൾ ഞാനിത് ഈ നിമിഷം വാങ്ങിച്ചിരിക്കും. പക്ഷെ വേണ്ട, എൻ്റെ പെണ്ണ് മനസ്സറിഞ്ഞ് തന്നാൽ മതി. എനിക്കറിയാം എൻ്റെ ജിച്ചേട്ടനൊരു പാവാണെന്ന്. എനിക്ക് ഈ ജിച്ചേട്ടനായി കണ്ടാൽ മതി. ജീവയായി എൻ്റെ മുന്നിൽ വന്നാൽ ഞാൻ മിണ്ടില്ല. അത് കേട്ടതും ജീവ അറിയാതെ അവളെ ഒന്ന് നോക്കിയിരുന്നു പോയി.
അവളുടെ മുടിയിഴകൾ കാറ്റിലൂടെ പാറിപ്പറന്ന് ജീവയുടെ കവിളിനെ തലോടിക്കൊണ്ടേയിരുന്നു. അന്നേരാണ് അവളുടെ നെറുകയിൽ മുടി കൊണ്ട് മറച്ച ഭാഗത്ത് ചെറുതായി സിന്ദൂരം ചാർത്തിയത് അവൻ ശ്രദ്ധിച്ചത്. അത് കണ്ടതും അവൻ്റെ മുഖം വിടർന്നു. ചുണ്ടിൽ നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. അവൻ്റെ നോട്ടം പോയ ഇടം ശ്രദ്ധിച്ച ആരുവിൻ്റെ ചുണ്ടിലേക്കും ആ ചിരി പടർന്നു. ഇരുവരും ഒരുപാട് നേരം അവിടം ചിലവഴിച്ചു. ജീവ തൻ്റെ മനസ്സിലുള്ള പദ്ധതികൾ മുഴുവനും ആരുവിനെ അറിയിച്ചു. കൂടെ തൻ്റെ സംശയമായ കിഷോർ, സീതാലക്ഷ്മി പ്രണയവും. ഇരുവരും അവിടെ നിന്ന് മടങ്ങാൻ നേരാണ് കൂട്ടുകാരുടെ കൂടെ കറങ്ങുന്ന അരുൺ അവരെ ശ്രദ്ധിക്കുന്നത്. അരുൺ അവരുടെ കണ്ണിപ്പെടാതെ ഒളിച്ചെങ്കിലും ജീവയോട് ഒട്ടിച്ചേർന്ന് കിടക്കുന്ന ആരുവിനെ കണ്ട് അരുണിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. മറഞ്ഞു നിന്ന് അവനത് ക്യാമറയിൽ പകർത്തി. അന്നേരം അവൻ്റെ മുഖത്ത് നിഗൂഢമായൊരു ചിരി വിരിഞ്ഞു. ആരുവിനെ ജീവ തന്നെയാണ് ഡ്രോപ്പ് ചെയ്തത്. വീടിന് മുന്നിൽ ഇറങ്ങുമ്പോൾ ആരെങ്കിലും കണ്ടാലോ എന്ന് കരുതി വീടത്തു നിന്ന് തൊട്ട് മുൻപത്തെ വഴിയരികിൽ അവളെ ഇറക്കാൻ നേരം ജീവ അവളുടെ കയ്യിൽ ഒരു ഫോൺ വെച്ച് കൊടുത്തതും ആരുവൻ്റെ മുഖത്തേക്ക് ചോദ്യഭാവത്തെ നോക്കി. നോക്കണ്ട, നിനക്കന്നെയാ. എന്നോട് സംസാരിക്കാൻ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിൽ നിന്ന് അബിയെ പോലും വിളിക്കരുത്, കേട്ടല്ലോ. ഫോൺ സൈലൻറ്റ് മോഡിൽ വെച്ചാൽ മതി. രാത്രി കിടക്കാൻ നേരം മിസ്ഡ് കോൾ അടിച്ചാൽ മതി, ഞാൻ തിരിച്ച് വിളിച്ചോളാം. അതും പറഞ്ഞ് ഫോണും അവളുടെ കൈ കൊടുത്ത് ജീവ വണ്ടി മുന്നോട്ടെടുത്തു. പിന്നാലെ ആരുവും നടക്കാൻ തുടങ്ങി. കിടക്കാൻ നേരമായിട്ടും ആരുവിൻ്റെ മിസ്ഡ് കോൾ ഒന്നും കാണാത്തതുകൊണ്ട് കാര്യം എന്താണെന്നറിയാൻ ജീവ ഒരുപാട് മിസ്ഡ് കോളും മെസ്സേജും ഒക്കെയും ചെയ്ത് നോക്കിയെങ്കിലും ഒരു റിപ്ലൈയും ഇല്ലായിരുന്നു. 1 മണിക്കൂർ നേരം ഈ പ്രവൃത്തി തുടർന്ന ജീവക്ക് ആകെ ടെൻഷനായി. ഇനിയിപ്പോൾ ഫോൺ പിടിച്ചു കാണുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യായിക. ജീവയുടെ ഉള്ളിൽ എന്തൊക്കെയോ സംശയങ്ങൾ വന്ന് നിറഞ്ഞു. ജീവക്ക് പിന്നെ അവളെ കണ്ടേ തീരുമെന്നായി. അങ്ങനെ ജീവ വീണ്ടും മതിൽ ചാടാൻ തീരുമാനിച്ചു. ഇങ്ങനെ പോയാൽ ജീവിതകാലം മുഴുവനും ഞാൻ മതിൽ ചാടേണ്ടി വരുമെന്നാണ് തോന്നുന്നത് എന്നും പ്രാഗിക്കൊണ്ട് ജീവ എങ്ങനെയൊക്കെ ആ വീടിൻ്റെ മുകളിലെത്തി. ഇത്തവണ ആരുവിൻ്റെ മുറിയിലേക്ക് തന്നെയാണ് അവൻ ഇറങ്ങിയത്. അവളുടെ മുറിയുടെ ഓട് നീക്കിയ ശേഷം കയറ് വഴിയാണ് അവൻ താഴേക്ക് ഇറങ്ങിയത്. ഓടായതുകൊണ്ട് ഇങ്ങനെ കയറി ഇറങ്ങാൻ പറ്റി. വാർപ്പായിരുന്നാൽ അവിടെ നിന്ന് ഇവിടേക്ക് വല്ല തുരങ്കം ഉണ്ടാക്കേണ്ടി വരുമായിരുന്നു എന്നും മനസ്സിൽ പറഞ്ഞുകൊണ്ട് കയറിൽ നിന്നും ചാടിയിറങ്ങി. അന്നേരം ആരും മുറിയിലില്ലായിരുന്നു. പക്ഷെ ഡോർ അകത്തുനിന്ന് ലോക്ക് ഇട്ടിട്ടുണ്ട്. ബാൽക്കണി ഡോറും ലോക്കായിരുന്നു. എവിടെ പോയി എന്നും പറഞ്ഞ് ചുറ്റും നോക്കി. അന്നേരമാണ് വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന ആരുവിനെ അവൻ കാണുന്നത്. അവളെ കണ്ടപ്പോഴാണ് അവന് ചെറിയൊരു ആശ്വാസം തോന്നിയത്. അവളാണെങ്കിൽ അവനെയും മുറിയിൽ തൂങ്ങിക്കിടക്കുന്ന കയറും ഓട് നീക്കിയ ഭാഗമൊക്കെ നോക്കി ആകെ കെളിപ്പോയി നിൽക്കുവാണ്. ഇത്രയും നേരം താൻ അനുഭവിച്ച ടെൻഷൻ അത് ഓർക്കവേ ജീവയിൽ വീണ്ടും ദേഷ്യം നുരഞ്ഞു പൊന്തി. നിന്റെ ഫോൺ എവിടെ? അവൻ്റെ സ്വരം കടുത്തിരുന്നു. അത് ഞാൻ പിന്നെ ബാഗിൽ. ആര് വാക്കുകൾ പെറുക്കിക്കൂട്ടി. എന്ത് ചോദിച്ചാലും ഒരു വിക്കലും വിറയലും. ആരാധ്യ, എനിക്ക് ഒറ്റ വാക്കിൽ ഉത്തരം വേണം. ഞാൻ നിന്നോട് രാത്രി വിളിക്കാൻ പറഞ്ഞിരുന്നോ? അവൻ്റെ ആരാധ്യ എന്നുള്ള വലിയ അവളിലെ വിഷമവും പേടിയും ഒന്നുകൂടെ കൂട്ടി. അവളൊന്ന് മൂളി. ഇങ്ങനെ മൂളാതെ വായ തുറന്ന് പറഞ്ഞാലെന്താ? പറഞ്ഞിരുന്നു. ആര് പതിയെ പറഞ്ഞു. എന്നിട്ട് നീ വിളിച്ചോ? ഇല്ല. അതുപോട്ടെ, ഞാൻ വിളിച്ചിരുന്നോ എന്ന് നീ നോക്കിയോ? ഇല്ല. ആ ഫോൺ എവിടെയാണുള്ളത്? എൻ്റെ ബാഗിൽ. അവൻ്റെ മട്ടും ഭാവവും കണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു വരാൻ തുടങ്ങി. പിന്നെ എന്തിനാ ഞാൻ ഫോൺ തന്നത്? ബാഗ് വെച്ചിട്ട് പുഴുങ്ങി തിന്നാനോ? നിനക്കിപ്പോൾ സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ടല്ലോ അല്ലേ? എന്നെ ഓർക്കാൻ സമയം കിട്ടി കാണില്ല. നിൻ്റെ വിളിയും പ്രതീക്ഷിച്ച് ഞാൻ ചുമ്മാ കാത്തിരുന്നത് മിച്ചം. നീ ആ ഫോൺ എടുത്ത് നോക്കിക്കേ, ഞാൻ എത്ര തവണ വിളിച്ചിട്ടുണ്ടെന്ന്. അവൻ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് ശരിക്കും വിഷമം തോന്നി. മിഴിനീർത്തുള്ളികൾ കവിളിലൂടെ ചാലിട്ടൊഴുകി. എന്ത് പറഞ്ഞാലും ഇങ്ങനെ കരഞ്ഞാൽ മതിയല്ലോ. ഇത് കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. അവൻ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞു. അതുകൂടി കേട്ടതും അവളുടെ കരച്ചിലിൻ്റെ ആക്കം കൂടി വന്നു. ഏങ്ങി കരയുന്നവളെ കണ്ടപ്പോൾ അവന് വിഷമം തോന്നിയെങ്കിലും അത് പ്രകടിപ്പിച്ചില്ല. കരയാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ആ കണ്ണ് തുടച്ചേ. കണ്ണ് തുടക്കാൻ. അത് കേട്ടിട്ടും അവളുടെ കരച്ചിൽ അടങ്ങിയില്ല. ജീവ നെറ്റിത്തടം ഒന്ന് ഒഴിഞ്ഞ ശേഷം കടുപ്പിച്ച് പറഞ്ഞു. ആദ്യം ആ കണ്ണ് തുടക്കാനാ പറഞ്ഞത്. അത് കേട്ടതും ആരും കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നെ ഇനിയും വഴക്ക് പറയില്ല ജിച്ചേട്ടാ. നേരത്തെ മുത്തശ്ശൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഇനി ജിച്ചേട്ടൻ കൂടി വഴക്ക് പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല. ഇനി ജിച്ചേട്ടനെ കാണാനോ മിണ്ടാനോ പാടില്ലെന്ന് മുത്തശ്ശൻ പറഞ്ഞു. എല്ലാവരും കൂടി എന്നെ കോളേജ് മാറ്റാൻ പോവുകയാണത്രേ. അതറിഞ്ഞതും ഞാൻ ഒരുപാട് കരഞ്ഞു. അവസാനം അറിയാതെ ഉറങ്ങിപ്പോയി. അതാ വിളിക്കാഞ്ഞത്. എനിക്കെൻ്റെ ജിച്ചേട്ടനെ പിരിയാൻ വയ്യ. എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവുക ജിച്ചേട്ടാ, എനിക്ക് പേടിയാവുക. അതും പറഞ്ഞ് അവൾ വീണ്ടും കരയാൻ തുടങ്ങി. കാര്യങ്ങൾ അറിഞ്ഞതും ജീവക്ക് കുറ്റബോധം തോന്നി. അവൻ അവളുടെ അരികെ വന്ന് നിന്ന് അവളുടെ മുഖമുയർത്തിക്കൊണ്ട് പറഞ്ഞു. ആദ്യ സോറി, ഞാൻ അപ്പോഴത്തെ വിഷമം കൊണ്ട്. അതും പറഞ്ഞ് അവളുടെ കണ്ണുനീർ അവൻ്റെ വിരലുകളാൽ ഒപ്പിയെടുത്തതും ആരും അവനെ ഇറുകെ പുണർന്നു.
അവളുടെ വിഷമങ്ങളും സങ്കടങ്ങളും കണ്ണുനീരായി അവൻ്റെ നെഞ്ചിൽ ഒഴുക്കിക്കളഞ്ഞു. ജീവയുടെ വിരലുകൾ അവളുടെ പുറമേനിയിൽ തലോടിക്കൊണ്ടിരുന്നു. ജീവ അന്നേരം അവളോടൊന്നും ചോദിച്ചില്ല. കുറച്ചു നേരം കഴിഞ്ഞതും ആരും അവനിൽ നിന്നും അടർന്നു മാറി. അവൻ്റെ മുഖത്ത് നോക്കാനാവാതെ അന്നേരം അവൾ മിഴികൾ താഴ്ത്തി. അന്നേരമാണ് ടേബിളിൽ മൂടി വച്ചിരിക്കുന്ന ഭക്ഷണം അവൻ ശ്രദ്ധിക്കുന്നത്. ആദ്യ, നീ ഭക്ഷണം കഴിച്ചില്ലേ? അവൾ ഇല്ലെന്ന് തലയനക്കി. അതെന്താ കഴിക്കാത്തത്? എനിക്ക് കഴിക്കാൻ തോന്നിയില്ല. അതെന്താ തോന്നാത്തത്? എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ടാണ്. അത് കേട്ട ജീവ ഒന്ന് ആലോചിച്ച ശേഷം അവളെ കൈകളിൽ കോരിയെടുത്ത് ബെഡിനരികിലേക്ക് നടന്നു. അന്നേരം ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ പ്രണയം കൈമാറി. അവളെ പതിയെ ബെഡിൽ ചാരിയിരുത്തി ഇപ്പോൾ വരാം എന്നും പറഞ്ഞ് കൈ കഴുകി പെട്ടെന്ന് തിരിച്ചു വന്ന് ഭക്ഷണത്തിൻ്റെ പ്ലേറ്റ് എടുത്ത് അവൾക്ക് നേരെ നടന്നു. ബെഡിൽ അവളുടെ അരികെ വന്നിരുന്നു. വായ തുറക്കാൻ പറഞ്ഞപ്പോൾ അവൾ ഭക്ഷണം വേണ്ടെന്ന് പറഞ്ഞുവെങ്കിലും ജീവ കണ്ണുരുട്ടിയപ്പോൾ അവൾ അറിയാതെ വായ തുറന്നു പോയിരുന്നു. ജിച്ചേട്ടൻ കഴിച്ചോ? ഇല്ല. എന്നാൽ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ശത്രു വീട്ടിൽ നിന്ന് കഴിക്കുക ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടേ വേണ്ട, നീ കഴിക്കുക. ജിച്ചേട്ട പ്ലീസ്. ആദ്യ, ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. ഇനി പറ, എന്താ സംഭവം? പെട്ടെന്ന് കോളേജ് മാറാൻ എന്താ ഉണ്ടായത്? അത് പിന്നെ നമ്മളിന്ന് പുറത്ത് പോയത് അരുൺ കണ്ടിരുന്നു. അവൻ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഫോട്ടോ എങ്ങനെയോ എടുത്തിരുന്നു. അത് മുത്തശ്ശനെയും ഇവിടെ എല്ലാവരെയും കാണിച്ചു കൊടുത്തു. ആഹാ, ചെറുക്കൻ കൊള്ളാലോ. അരുൺ സിദ്ധുവിൻ്റെ അനിയനല്ലേ? എനിക്കറിയാം. ചെറുക്കനെ ഒരെല്ല് കൂടുതലാ. അല്ല, അവനിന്ന് ക്ലാസ്സിൽ ചെന്നില്ലേ? ഇല്ല, പക്ഷെ എവിടെയാ പോയതെന്ന് എനിക്കറിയില്ല. എന്നിട്ട് ബാക്കി പറ. ഫോട്ടോ കണ്ട മുത്തശ്ശൻ എന്നെ വഴക്ക് പറഞ്ഞു. ആ വീടുമായി ഒരു ബന്ധവും വേണ്ടെന്ന്. അവിടെ എൻ്റെ ആരും ഇല്ലെന്ന്. എന്ത് വന്നാലും നിങ്ങളുടെ കൂടെ ഇനിയൊരു ജീവിതം ഉണ്ടാവില്ലെന്ന്. പേരിന് ഒരു താലിബന്ധം, അത് മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ ഉത്രേ. നമ്മൾ തമ്മിൽ അത്ര നല്ല രസത്തിലല്ലെന്ന് മുത്തശ്ശൻ നല്ലപോലെ അറിയാമെന്നും ജിച്ചേട്ടൻ ഇപ്പോൾ വീട്ടുകാർ പറഞ്ഞയച്ചിട്ട് ഇവിടത്തുകാരോട് പകരം വീട്ടാൻ വേണ്ടി എന്നോട് സ്നേഹം നടിച്ച് വരുന്നതാണെന്നൊക്കെ പറഞ്ഞു. എല്ലാം കേട്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഈ കിളവനെ ഞാനിന്ന് കൊല്ലും. ജീവ പിറുപിറുത്തു. ജിച്ചേട്ടാ. എന്ത് ജിച്ചേട്ടാ? വയസ്സായാലും ഇങ്ങരുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും വരില്ലേ? ഇയാൾ ആരഞ്ഞൂറാനാ? നിന്റെ മുത്തശ്ശി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആനപ്പാറയിലെ അച്ചമ്മയേക്കാൾ ഭയങ്കരിയാ. ജിച്ചേട്ടാ, അങ്ങനെ പറയല്ലേ. എന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാ അവരൊക്കെ. ഞാൻ എല്ലാം ഉപേക്ഷിച്ച് നിങ്ങളുടെ കൂടെ വരുമെന്നുള്ള പേടിയായവർക്കൊക്കെയും. കുന്തം അവർക്ക് എന്നെയും എൻ്റെ വീട്ടുകാരെയും തോൽപ്പിക്കണം. ഞാൻ സ്നേഹിച്ചതും കല്യാണം കഴിച്ചതും അങ്ങയുടെ കൊച്ചുമോളെയല്ല. നിനക്ക് നമ്മുടെ പഴയ ബാത്റൂം സ്റ്റോറി പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ? ജിച്ചേട്ടാ, പോ അവിടെ നിന്ന്. അന്നേരം അവളുടെ മുഖം നാണത്താ ചുവന്ന് തൊടുത്തു. അല്ല, അതിന് കോളേജ് മാറുന്നതെന്നിരാ? അത് അരുൺ പറഞ്ഞിട്ടാ. ഞാൻ അഭിയോടും ആദ്യോടും കൂട്ടുകൂടുന്നത് അവനിഷ്ടമല്ല. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാണ്ടാക്കാൻ വേണ്ടി അവൻ ഇതിൻ്റെ കൂടെ മുത്തച്ഛനോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ പോയാൽ ആ ചെറുക്കൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് കൂട്ടും. രാവിലെ ഞാൻ കണ്ടായിരുന്നു. ഡ്രൈവിങ്ങിൽ ഒരു ശ്രദ്ധയുമില്ല. തൽക്കാലം ഇതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. നമ്മളാരും പിരിക്കാനും പോണില്ല, നിന്നെ കോളേജ് മാറ്റാനും പോണില്ല. ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്നതേ എനിക്ക് നന്നായിട്ട് അറിയാം. നീ വാ തുറക്ക്. അത് കേട്ടതും അവൾ വാ തുറന്നു. അന്നേരം മുഴുവനും അവളുടെ കണ്ണുകൾ അവനിൽ മാത്രമായിരുന്നു. അത് മനസ്സിലാക്കിയ ജീവ ചുണ്ടിലൊളിപ്പിച്ച ചിരിയോടെ അവൾക്ക് വാരിക്കൊടുക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ആരു എരിവലിക്കാൻ തുടങ്ങിയത്. രണ്ടുപേരും കണ്ണും കണ്ണു നോക്കിയിരിപ്പായതുകൊണ്ട് കരയിൽ കിടക്കുന്ന പച്ചമുളകിൻ്റെ കഷ്ണം കണ്ടില്ലായിരുന്നു. മുളക് കടിച്ച ആരു എരിവ് സഹിക്കാനാവാതെ കയ്യും കാലിട്ടിരിക്കാൻ തുടങ്ങി. അത് കണ്ട് ജീവ അവൾക്ക് വെള്ളം എടുത്ത് കൊടുത്തുവെങ്കിലും അവളുടെ എരിവ് അടങ്ങിയില്ല. അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ട്. ആരുവാണെങ്കിൽ നിന്ന് പെടയ്ക്കുന്നുണ്ട്. പിന്നെ ജീവ ഒന്നും നോക്കില്ല. അവളുടെ മുഖം തന്നെ മുഖത്തോട് അടുപ്പിച്ചു. അവളുടെ ചുണ്ടും നാവും മുഴുവനായും അവൻ്റെ വായ്ക്കകത്താക്കി. അവൻ്റെ ആ പ്രവൃത്തിയിൽ ആരുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. അവനവളുടെ ചുണ്ടും നാവും മാറി മാറി നുണഞ്ഞുകൊണ്ട് അവളുടെ എരിവ് മുഴുവനും വലിച്ചെടുത്തു. കുറച്ചു നേരത്തിന് ശേഷം അവളിൽ നിന്നും അകന്നു മാറി തൻ്റെ ഇരു ചുണ്ടും അമർത്തി തുടച്ചുകൊണ്ട് അവളൊന്ന് നോക്കി. ആരുവാണെങ്കിൽ ആ ഷോക്കിൽ തന്നെ ആയിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട്? പുരികം പൊക്കിക്കൊണ്ട് അവനത് ചോദിച്ചതും ആരുവിൻ്റെ മുഖം ചുവന്ന് തുടുത്തു. അവൾക്ക് അവനെ അഭിമുഖീകരിക്കാൻ മടി തോന്നി. അവൾ വാഷ്റൂമിലേക്കാണെന്നും പറഞ്ഞ് അവിടുന്ന് പോയി. എൻ്റെ ദൈവമേ, ഇതെവിടെ നിന്ന് ഇറക്കുമതി ചെയ്ത മുളകാണെന്തോ, ഇങ്ങനെയുണ്ട് ഒരു എരിവ്. ആര് വാഷ്റൂമിൽ പോയി കൈയും വായും കഴുകി തിരികെ വന്നപ്പോൾ കാണുന്നത് ഒരു കൈ കൊണ്ട് ചുണ്ടിന് നേരെ വീശിക്കൊണ്ട് ഓരോന്ന് പിറുപിറുക്കുന്ന ജീവിയാണ്. ആള് നല്ലോണം എരിവലിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ആരുവിന് ഒരുപോലെ ചിരിയും വിഷമവും തോന്നി. ആരും അവന് മുന്നിൽ വന്നു നിന്നതും ജീവ തൻ്റെ അവസ്ഥ പുറമേ കാണിക്കാതെ ചിരിക്കാൻ ശ്രമിച്ചു. ആദ്യ, ഞാനിൽ നിന്നാൽ ശരിയാവില്ല, ഞാനേ പോകുവാണേ. അവളുടെ കവളിൽ പതിയെ തട്ടിക്കൊണ്ടവൻ പറഞ്ഞു. അവൾ പതിയെ തലയനക്കി.
അവൻ 2 അടി മുന്നോട്ട് വെച്ചപ്പോഴാണ് അവൻ്റെ കയ്യിൽ അവളുടെ പിടി വീഴുന്നത്. അത് കണ്ട് അവൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു, എന്താ? അന്നേരം അവൾ അവൻ്റെ കയ്യിലേക്ക് ഒരു വൈറ്റ് ചോക്ലേറ്റ് ബാർ വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് കഴിച്ചോ, പെട്ടെന്ന് മാറിക്കോളും. ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ അവളൊന്ന് നോക്കിയ ശേഷം ചോക്ലേറ്റിൻ്റെ കവർ പൊട്ടിച്ച ശേഷം ചോക്ലേറ്റ് അവളുടെ വായിൽ വെച്ച് കൊടുത്തപ്പോൾ അവൾ സംശയത്തോടെ അവനൊന്ന് നോക്കി. ആരു ചോക്ലേറ്റ് ഇരു ചുണ്ടിലും ഇറുക്കി പിടിച്ച് നിൽപ്പാണ്. ഹേയ്, അതെനിക്ക് കഴിക്കാനുള്ളതാ എന്നും പറഞ്ഞ് ജീവ അവൾക്ക് നേരെ ചുവടുകൾ വെച്ചതും അവൾ പിന്നിലോട്ട് ചലിച്ചു. പിറകിലോട്ട് നീങ്ങും തോറും അവിടെ കട്ടിലുള്ളത് അവൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഒടുവിൽ അവൾ മലർന്നടിച്ച് ബെഡിലേക്ക് വീണെങ്കിലും ചോക്ലേറ്റ് അതുപോലെ അവളുടെ വായിലിരിപ്പുണ്ട്. ജീവ ആണെങ്കിൽ ഇതാണ് പറ്റിയ അവസരം എന്ന് മനസ്സിലാക്കി തൊട്ടടുത്ത നിമിഷം അവളുടെ ഇരുകൈയും തൻ്റെ കൈയുമായി കോർത്ത് വെച്ച് അവളുടെ മേലെ അമർന്നു അവൾക്ക് നേരെ മുഖം അടുപ്പിച്ച് ചോക്ലേറ്റിൽ ചെറുതായി കടിച്ചു. അവൻ്റെ നിശ്വാസം അവളുടെ മുഖത്തേക്ക് തട്ടിയതും അവൾ ചെറുതായി കണ്ണടച്ച് തുറന്നു. അവളുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അവനത് കഴിക്കാൻ തുടങ്ങി. ബാക്കിയുള്ള ചോക്ലേറ്റും ഓരോ കഷ്ണങ്ങളായി അവൻ അതുപോലെ കഴിച്ചു. ഇപ്പോൾ ഒരു കുഞ്ഞു കഷ്ണം അവളുടെ ചുണ്ടോടൊട്ടി നിൽപ്പാണ്. ഇത്തവണ ആരു അവനത് കഴിക്കുന്നത് മുമ്പേ തൻ്റെ വായ്ക്കുള്ളിലാക്കിയിരുന്നു. അത് കണ്ടതും ജീവ അവളെ കൃത്രിമ ദേഷ്യത്തിൽ നോക്കി. അവൾ വായ തുറന്ന് തൻ്റെ നാവിന് മേലെ കിടക്കുന്ന ചോക്ലേറ്റ് കാണിച്ചതും ഞൊടിയിടയിൽ അവൻ അവളുടെ നാവിൽ നിന്നും ആ ചോക്ലേറ്റ് പീസ് നുണഞ്ഞെടുത്തുകൊണ്ട് അവൻ്റെ വായ്ക്കകത്താക്കി. അവളുടെ ചുണ്ടുകൾ മുഴുവനായും കവർന്നുകൊണ്ട് അവൻ്റെ വായിൽ നിന്നും ആ ചോക്ലേറ്റ് അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ശേഷം ഇരുവരും ഒരുമിച്ച് നുണഞ്ഞുകൊണ്ട് അത് കഴിച്ചു തീർത്തു. ശേഷം അവൻ അവളെ നോക്കിക്കൊണ്ട് കള്ളച്ചിരിയോടെ പറഞ്ഞു, കൊള്ളാം, സൂപ്പർ, ഇത്രയും രുചിയോടെ ഞാനിതുവരെ ചോക്ലേറ്റ് കഴിച്ചിട്ടേ ഇല്ല, താങ്ക്സ്. അതും പറഞ്ഞ് അവളിൽ നിന്നും അകന്ന് മാറി കയറിൽ തൂങ്ങി മുകളിലോട്ട് വലിഞ്ഞു കയറുന്നവനെ കണ്ടതും ആരുവിന് ചിരി വന്നു. ഇയാൾ മീശമാധവന് പഠിക്കുക? ഇങ്ങനെ പോയാൽ ഞാൻ റോക്കി ബായിക്ക് പഠിക്കേണ്ടി വരുമെന്നാണ് തോന്നണേ. ഇവന്മാരുടെ ഇടയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എല്ലാം ഇട്ടെറിഞ്ഞ് നിന്നെയും കൊണ്ട് അങ്ങ് പറന്നാലോ എന്ന് ഞാൻ ചിന്തിക്കാതെ എന്നിട്ടില്ല. ഞാനെങ്ങോട്ടില്ല, എനിക്കിവിടെ നിന്നാൽ മതി. എന്നാൽ ഈ കയറിൽ തൂങ്ങി എൻ്റെ ജീവിതം അങ്ങോട്ട് തീരും എന്നും പറഞ്ഞ് അവൻ മുകളിലോട്ട് കയറിപ്പോയി. ഓട് നീക്കി വെക്കുന്നതും ആര് വായും പൊളിച്ച് നോക്കി നിന്ന് പോയി. അവൻ പോയതും ആരു തലയണയെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെയും ഓർത്തെടുക്കാൻ ശ്രമിച്ചു. 2 ദിവസത്തിന് ശേഷം അരുണും കൂട്ടുകാരും ഒരു വിജനമായ സ്ഥലത്തിരുന്ന് മദ്യപിക്കുകയാണ്. അരുൺ ആദ്യം മദ്യം വേണ്ടെന്ന് പറഞ്ഞ് നിരസിച്ചെങ്കിലും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അങ്ങനെ ആദ്യമായി അവൻ മദ്യം കഴിക്കുകയാണ്. അരുണിന് ഫ്രണ്ട്സ് എന്ന് വെച്ച ജീവനാണ്. അവർക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. അരുണിൻ്റെ കയ്യിലെ പണം കണ്ടിട്ടാണ് അവരൊക്കെ അവൻ്റെ കൂടെ കൂടിയത്. അവൻ്റെ കൂട്ടുകാർക്ക് അത്ര നല്ല സ്വഭാവമൊന്നുമല്ല. അത് ആദിക്കും അബിക്കും ആരുവിനും നന്നായിട്ടറിയാം. അരുണിന് മുന്നിൽ അവന്മാർ നല്ല പിള്ളയായി നടക്കുമ്പോഴും അവർക്കൊരു വൃത്തികെട്ട മുഖം കൂടി ഉണ്ടായിരുന്നെന്ന് അരുൺ അറിഞ്ഞിരുന്നില്ല. വേണ്ടാത്തതൊക്കെയും പറഞ്ഞു കൊടുത്ത് അരുണിൻ്റെ ഉള്ളിൽ വിഷം കൊത്തി നിറച്ചതും അവന്മാരാണ്. അങ്ങനെ അരുണിനെ കൊണ്ട് അവന്മാർ മദ്യം കഴിപ്പിക്കുകയാണ്. ചിലർ മദ്യത്തിൻ്റെ കൂടെ പുക വലിക്കുന്നുണ്ട്. കുഞ്ഞളിയ, ഇങ്ങനെ കഴിച്ചാൽ കൂമ്പ് വാടിപ്പോവാടാ. ആരുടെയോ ശബ്ദം കേട്ടാണ് അവന്മാർ തിരിഞ്ഞു നോക്കിയത്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി അരുണിൻ്റെ മുഖത്ത് ഭയവും ദേഷ്യവും ഒരുപോലെ വന്ന് നിറഞ്ഞു. കയ്യിലെ ഫോണിൽ താൻ കൊടുക്കുന്ന ദൃശ്യം പകർത്തി തനിക്കരികിലേക്ക് വരുന്ന ജീവ അത് കണ്ടതും അരുണിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. നിങ്ങൾ എന്താ ഇവിടെ? നിങ്ങളുടെ കയ്യിലെ ഫോണിങ് തന്നേ. അരുൺ ജീവയെ നോക്കി കടുപ്പിച്ച് പറഞ്ഞു. അളിയ, ഞാനിവിടെ വന്നതേ കുറച്ച് കാറ്റ് കൊള്ളാനാ. അപ്പോഴാണ് ഇതുപോലൊരു രംഗം കണ്ടത്. അപ്പോൾ തോന്നി ഇതങ്ങ് ക്യാമറയിൽ പകർത്തി നിന്റെ വീട്ടുകാരെ കാണിക്കാന്ന്. മകൻ്റെ ലീലാവിലാസങ്ങൾ കണ്ട് അവർ രസിക്കട്ടെന്നേ. അവരറിയട്ടെ നീ കോളേജിലേക്കാണെന്ന് പറഞ്ഞ് വരുന്നത് എന്തിനാണെന്ന്. ഇതിൻ്റെ കൂടെ എൻ്റേതായ രീതിയിൽ എന്തൊക്കെയോ കൂട്ടിച്ചേർത്തോളാം. ഇത്തിരി എരിവും പുളിയും കൂടട്ടെ കുഞ്ഞളിയാ. ഇന്നത്തെ കാലത്ത് അതൊക്കെ വളരെ സിമ്പിളല്ലേ. ജീവയുടെ പരിഹാസം കലർന്ന സംസാരം അരുണിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. നിങ്ങളെന്താ ഭീഷണിപ്പെടുത്തിയ? എങ്കിൽ അത് വേണ്ട. നിങ്ങളോട് അത് ഡിലീറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇല്ലെങ്കിലോ? നീ എന്ത് ചെയ്യും? പോടാ ചെറുക്ക, ഇതേ തൽക്കാലം എൻ്റെ കയ്യിലിരിക്കട്ടെ. ഇതുകൊണ്ട് എനിക്കൊരാവശ്യമുണ്ട്. എന്താവശ്യം? നിന്റെ വീട്ടുകാരെ കാണിക്കുക, അത് തന്നെ. അതും പറഞ്ഞ് ജീവ നടക്കാനൊരുങ്ങി. അത് കണ്ട അരുൺ, നിങ്ങളിത് വീട്ടിൽ കാണിക്കില്ല എന്നും പറഞ്ഞ് അവൻ ജീവയുടെ മുന്നിൽ കയറി നിന്നു. മാറി നിൽക്കട ചെറുക്ക എന്നും പറഞ്ഞ് ജീവ അവനെ പിടിച്ച് തള്ളിയതും അരുൺ ബാലൻസ് തെറ്റി വീണു പോയിരുന്നു. അതുകൊണ്ട് അവൻ്റെ കൂട്ടുകാർ വന്ന് അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ശരി, ഞാനിത് നിൻ്റെ വീട്ടിലെത്തിക്കില്ല. പകരം നീ എനിക്ക് തിരിച്ചൊരു സഹായം ചെയ്തു തന്നാൽ മതി. എന്താ, സമ്മതമാണോ? എന്താ അത്? അരുൺ ചോദിച്ചു. ആരാധ്യയെ ഈ കോളേജിൽ നിന്ന് മാറ്റാൻ വേണ്ടി നീയായിട്ട് ചെയ്തു വെച്ചതൊക്കെ നീ തന്നെ അങ്ങ് തിരുത്തിയേക്കണം. അതായത് അവൾ ഇവിടെ തന്നെ തുടർന്നും പഠിക്കണമെന്ന്.
ഇല്ലെങ്കിലേ കോളേജ് മാറാൻ പോകുന്നത് നീ ആയിരിക്കും. ഇതുപോലുള്ള കൂട്ടുകെട്ടിൽ പെട്ടെന്നറിഞ്ഞാൽ നിന്റെ വീട്ടുകാർ നിന്നെ കോളേജിൽ നിന്നല്ല, ഈ നാട്ടിൽ നിന്ന് തന്നെ അങ്ങ് പാർസൽ ചെയ്യും. അത് വേണോ? അത് കേട്ടതും അരുൺ ചെറുതായൊന്ന് പേടിച്ചു. വേണ്ട, ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ഗുഡ്, അളിയന് ബുദ്ധിയുണ്ട്. പിന്നെ ആരാധ്യ, അവൾ എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യയെ ഞാൻ കാണും, സംസാരിക്കും. അതിനൊന്നും മോൻ കയറി കൂടുതൽ ഇടപെടണ്ട, കേട്ടല്ലോ. അവളിപ്പോൾ എൻ്റെ പെങ്ങൾ കൂടിയാണ്, അരുൺ വിട്ടുകൊടുത്തില്ല. പെങ്ങളോടുള്ള നിന്റെ സ്നേഹമൊക്കെയും ഞാൻ കണ്ടതാ. നീ ആദ്യം നല്ലൊരു ആങ്ങളാണെന്ന് പ്രൂവ് ചെയ്ത് കാണിക്ക്. എന്നാൽ ഞാൻ സമ്മതിക്കാം അവൾ നിന്റെ പെങ്ങളാണെന്ന്. ഇപ്പോൾ അവൾ നിന്റെ ആരുമല്ല, അവൾ എൻ്റേതാണ്, എൻ്റേത് മാത്രം. അവൾക്ക് എന്നോളം അധികാരവും അവകാശവും മറ്റാർക്കുമില്ല, ഉണ്ടാവാനും പാടില്ല. അതും പറഞ്ഞ് ജീവ എല്ലാവരെയും വല്ലാത്തൊരു ഭാവത്തിൽ നോക്കി അവിടെ നിന്ന് പോയി. അരുണിന് തൻ്റെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ വെച്ച് ജീവ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അതൊരു അപമാനം പോലെ തോന്നി. അവന് ജീവയോടുള്ള പക ആളിക്കത്തി. ജീവയോടുള്ള പക ആരുവിലേക്കും പടർന്നിരുന്നു. അതിൻ്റെ കൂടെ കൂട്ടുകാരും പലതും പറഞ്ഞ് അവൻ്റെ ദേഷ്യം ഇരട്ടിപ്പിച്ചു.